Welcome to Samskriti Online English class. Here is the second part of the lesson, The Adventures in a Banyan Tree. 10th ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ലെസണായിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഗ്രാൻഡ് ഫാദറിൻ്റെ വിശാലമായ വീട്ടുപരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബനിയൻ ട്രീയെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഗ്രാൻഡ് ഫാദറിൻ്റെ ചെറുമകനായിട്ടുള്ള ഒരു ബോയ് ഒരു ദിവസം തൻ്റെ ലൈഫിലെ ഭൂരിഭാഗം സമയവും ആ ബനിയൻ ട്രീയിലാണ് ചിലവഴിക്കുന്നത്. ബനിയൻ ട്രീ ഇരിക്കുമ്പോൾ താഴെ കാണുന്ന രസകരമായ കാഴ്ചകളെപ്പറ്റി വർണ്ണിച്ചിരുന്നു. ആ ആൽമരത്തിലൊരു ഗ്രേ സ്ക്വിറലുമായി ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ സമ്മർ സീസൺ മുഴുവൻ ആ ബോയിയുടെ മനസ്സിൽ തങ്ങി നിന്ന ഒരു സംഭവത്തെപ്പറ്റി വിവരിക്കുന്ന ഭാഗത്ത് വച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഒരു കോബ്രയും ഒരു മംഗൂസും തമ്മിലുള്ള ഫൈറ്റിനെ പറ്റിയാണ് ഓഥർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. രണ്ടുപേരും പരസ്പരം കൊന്നു തീർക്കാനുള്ള വാശിയിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ ഫേസ് ടു ഫേസ് നിൽക്കുന്ന സമയത്ത് വച്ചാണ് നമ്മൾ കഥ അവസാനിപ്പിച്ചത്. നമുക്കിതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. Though the combatants were unaware of my presence in the banyan tree. Combatants എന്ന് പറയുമ്പോൾ എതിരാളികൾ. അവർ അൺഅവെയർ ഓഫ് മൈ പ്രസൻസ്, എൻ്റെ പ്രസൻസ് അവർ അറിയുന്നുണ്ടായിരുന്നില്ല. മരത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും they soon became aware of the arrival of two other spectators. അവർ ബോധവാന്മാരായി. രണ്ട് പുതിയ സ്പെക്ടേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കാഴ്ചക്കാർ, കാണികൾ എന്നൊക്കെ അർത്ഥമുണ്ട്. രണ്ട് പുതിയ കാഴ്ചക്കാർ പുതുതായി വന്നു ചേർന്നത് അവർ അതറിഞ്ഞു. വന്നു ചേർന്നത് അവർ ഫെൽറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് പുതുതായിട്ട് വന്ന സ്പെക്ടേറ്റേഴ്സ് ആരൊക്കെയാണ്? വൺ വാസ് എ മൈന ആൻഡ് ദ അതർ എ ജംഗിൾ ക്രോ. ഒന്നാമത് ഒരു മൈനയാണ് വന്നത്, രണ്ടാമത് വന്നത് ഒരു ജംഗിൾ ക്രോ ആണ്, ഒരു കാക്കയാണ് വന്നത്. ആ കാട്ടുകാക്ക എങ്ങനെയുള്ളതായിരുന്നു? നോട്ട് ദ വില്ലി അർബൻ ക്രോ എന്ന് പറയുമ്പോൾ അത്ര കണ്ണിങ് ആയിട്ടുള്ള ബുദ്ധിശാലിയായ ഒരു കാക്ക അല്ലായിരുന്നു ആ വന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്, അത് ഇനി വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകും. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻ ഫോർ ബാറ്റിൽ. എന്നെപ്പോൾ തന്നെ ഈ രണ്ട് പേരും പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ പ്രിപ്പറേഷൻസ് കണ്ടുകൊണ്ട് മൈനയും കാക്കയും ഇരിക്കുകയായിരുന്നു. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. അങ്ങനെ അവർ രണ്ടുപേരും, മൈനയും കാക്കയും, ഔട്ട്കം എന്താണെന്നറിയാൻ, റിസൾട്ട് എന്താണെന്നറിയാനായിട്ട് കാക്ടസിൻ്റെ കൂട്ടത്തിൽ മുൾച്ചെടി കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി ഒളിച്ചിരുന്നു മൈനയും കാക്കയും. ഹാഡ് ദേ ബീൻ കണ്ടൻറ്റ് ഓൺലി ടു വാച്ച്. ഹാഡ് ദേ ബീൻ കണ്ടൻറ്റ് എന്ന വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം ഇഫ് ദേ ഹാഡ് ബീൻ കണ്ടൻറ്റ് എന്നായിരുന്നു. കണ്ടൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ കാഴ്ചക്കാരായിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നു എങ്കിൽ, അവർ വേറെ ഒന്നിലും ഇടപെടാതെ കാഴ്ചക്കാരായി മാത്രം ഇരുന്നിരുന്നു എങ്കിൽ ആൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. അതായിരുന്നു രണ്ടു പേർക്കും നന്നായിരുന്നത്. പക്ഷേ അപ്പോൾ അവർ കാഴ്ചക്കാരായി മാത്രമായിരുന്നില്ല ഇരുന്നത്, അവർ ചിലപ്പോൾ ഈ ഫൈറ്റിൽ ഇടപെട്ട് കാണും. അതിനി വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകും. ഏതായാലും അവർ കാഴ്ചക്കാരായി മാത്രം ഇരുന്നിരുന്നു എങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഓഥർ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്. കോബ്ര പ്രതിരോധം തീർക്കത്തക്കവണ്ണം നിലകൊള്ളുകയാണ്. സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ഇളകിയാടിക്കൊണ്ട്. ട്രൈങ് ടു മെസ്മറൈസ് എ മംഗൂസ് ഇൻ ടു ഫാൾസ് മൂവ്, മേക്കിംഗ് എ ഫാൾസ് മൂവ്. മംഗൂസിനെ കൊണ്ട് ഒരു ഫാൾസ് മൂവ് ഉണ്ടാക്കത്തക്കവണ്ണം ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാമ്പ് ഇളകിയാടിക്കൊണ്ട് നിലകൊള്ളുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏത് വശത്തേക്കാണ് അറ്റാക്ക് ചെയ്യണമെന്ന് മംഗൂസിന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. ആ രീതിയിലാണ് പാമ്പ് ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ഇളകിയാടിക്കൊണ്ടിരിക്കുന്നത്. The mongoose knew the power of his opponent's glazy, unwinking eyes and refused to meet them. പക്ഷേ നമ്മുടെ കീരിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു പാമ്പിൻ്റെ ആ തിളക്കമാർന്ന ഇമചുമ്മാത്ത കണ്ണുകളെപ്പറ്റി, കണ്ണിൻ്റെ ആ പവറിനെ പറ്റി. അതുകൊണ്ട് തന്നെ ആ കണ്ണിലേക്കുള്ള നോട്ടം മംഗൂസ് അവോയ്ഡ് ചെയ്തു. Instead he fixed his gaze at a point just below the cobra's hood. പകരമായി കോബ്രയുടെ വിടർന്ന പത്തിക്ക് താഴെയായി നോട്ടം ഉറപ്പിച്ചുകൊണ്ട് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. മംഗൂസ് അറ്റാക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണ്. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി, മുന്നോട്ടേക്ക് വളരെ വേഗം വന്നിട്ട്. ആൻഡിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, കോബ്രയുടെ ഏകദേശം അടുത്ത് എത്തുന്നതുവരെ വളരെ വേഗം മുന്നിലേക്ക് വന്നിട്ട്. ഹി മെയ്ഡ് എ ഫൈൻഡ് ടു വൺ സൈഡ്. ഫൈൻഡ് എന്ന് പറയുമ്പോൾ കപട നീക്കം, ചതി നീക്കം എന്നൊക്കെ അർത്ഥമുണ്ട്. കോബ്രയുടെ പിടിയിലേക്ക് എത്തുന്ന ആ നിമിഷം വരെ വളരെ വേഗം മുന്നിലേക്ക് വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു കപട നീക്കം നടത്തുകയാണ് നമ്മുടെ മംഗൂസ്. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. കീരി വളരെ അടുത്ത് എത്തിയപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ കോബ്ര സ്ട്രക്ക് ചെയ്തു, കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി. പാമ്പിൻ്റെ വിടർന്ന പത്തികൾ വളരെ വേഗം കൊത്താനായി താഴേക്ക് വരികയാണ്. ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ആ പത്തി വളരെ വേഗം താഴേക്ക് വന്ന നിമിഷം ഞാൻ ചിന്തിച്ചത് മംഗൂസിനെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നായിരുന്നു. കാരണം അത്രയും വേഗമായിരുന്നു ആ പത്തി താഴേക്ക് വന്നതും. ഞാൻ വിചാരിച്ചു ആ കൊത്ത് കീരിക്ക് കൊണ്ടു കാണും എന്ന്. പക്ഷേ
ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. വളരെ വേഗം തന്നെ കപട നീക്കത്തിലൂടെ കീരി ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ചാടി മാറുകയും ആൻഡ് ഡാറ്റർ ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, ബൈറ്റിംഗ് ദ സ്നേക്സ് ഓൺ ദ ബാക്ക് ആൻഡ് ഡാറ്റിംഗ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. വളരെ പെട്ടെന്ന് തന്നെ ഒരു കപട നീക്കത്തിലൂടെ ചാടി മാറുകയും എന്നിട്ട് ആ സ്വിഫ്റ്റ്ലി ആസ് കോബ്ര, കോബ്രയുടെ അതേ വേഗത്തിൽ തന്നെ ചാടി വന്ന് കോബ്രയുടെ ബാക്കിൽ കൊത്തുകയും എന്നിട്ട് കോബ്രയ്ക്ക് പിടികിട്ടാൻ പറ്റാത്തത്ര വണ്ണം വളരെ വേഗം തന്നെ ഡാറ്റിംഗ് എവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്, പാമ്പിൻ്റെ ആ പിടിയിൽ നിന്നും വളരെ വേഗം ചാടി മാറുകയും ചെയ്തു. അപ്പോൾ ആ കപട നീക്കത്തിലൂടെ നമ്മുടെ കോബ്രയ്ക്ക് കടി കിട്ടിയിരിക്കുകയാണ് മംഗൂസിൻ്റെ കയ്യിൽ നിന്നും. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽഫ് അറ്റ് ഹിം. കീരിയെ കൊത്താൻ പാമ്പ് തുനിഞ്ഞ ആ നിമിഷം ക്രോയും മൈനയും, കാക്കയും മൈനയും ഹേൾഡ് ദംസെൽഫ് അറ്റ് ഹിം, ആ പാമ്പിന് നേരെ കുതിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴോ ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ, പക്ഷേ അവർ ആ കുതിക്കാൻ ആഞ്ഞ ആ നിമിഷം പരസ്പരം കൂട്ടിയിടിക്കുകയും ഷേക്കിംഗ് അറ്റ് ഈച്ച് ദർ, കരഞ്ഞുകൊണ്ട് ദ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാൻ, ആ കാക്ടസ് പ്ലാനിലേക്ക് തിരികെ പോയി ഒളിക്കുകയും ചെയ്തു. പാമ്പിന് നേരെ കുതിക്കാനായി തുനിഞ്ഞ ആ നിമിഷം അവർ പരസ്പരം കൂട്ടിയിടിച്ച് കരഞ്ഞുകൊണ്ട് തിരികെ അവർ ഓടിച്ചിരുന്ന കാക്ടസ് പ്ലാന്റിൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ പോവുകയാണ് ഉണ്ടായിരുന്നത്. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റൻഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്. കോബ്രയുടെ ബാക്കിൽ നിന്നും രക്തത്തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു. അവ ഗ്ലിസ്റ്റൺ ചെയ്യുകയായിരുന്നു, വിച്ച് മീൻ ഷൈനിങ് ചെയ്യുകയായിരുന്നു. ആ വെയിലിൽ ആ രക്തത്തുള്ളികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. പിന്നെയും കോബ്ര കൊത്താനാഞ്ഞു, പക്ഷേ അതും ലക്ഷ്യം തെറ്റിപ്പോയി. എഗെയിൻ ദ മംഗൂസ് പ്രാങ് എ സൈഡ്. അപ്പോൾ വളരെ സൂത്രശാലിയായ കീരി പിന്നെയും ഒരു സൈഡിലേക്ക് ചാടി വീണിട്ട് ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്, ഒരു സൈഡിലേക്ക് ചാടി വീണിട്ട് പിന്നെയും പാമ്പിൻ്റെ മുതുകത്ത് കടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 2 വട്ടം പാമ്പിന് കടിയേറ്റിയിരിക്കുന്നു. അഗെയിൻ ദ ബേർഡ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്. ഈ സമയം പാമ്പിന് നേരെ മൈനയും കാക്കയും കുതിക്കുകയാണ്. ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റെഡ്, പക്ഷേ പകരമായി അവർ പരസ്പരം പിന്നെയും കൂട്ടിയിടിച്ചു. ബംപ്ഡ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ കൊളൈഡ് ഈച്ച് അതർ, പരസ്പരം അവർ പിന്നെയും കൂട്ടിയിടിച്ചു. ആൻഡ് റിട്ടേൺഡ് ഷ്രീക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്. പതിവ് പോലെ കൂട്ടിയിടിച്ച് അവർ കരഞ്ഞുകൊണ്ട് തിരികെ കാക്ടസ് പ്ലാന്റിൻ്റെ ഇടയിലേക്ക് ഒളിക്കാനായി, തങ്ങളുടെ സേഫ്റ്റി നോക്കി ഒളിക്കാനായി തിരികെ പോവുകയാണ്. അപ്പോൾ 2 വട്ടം പാമ്പ് കൊത്താനാഞ്ഞു. കീരി ആ കൊത്തിൽ നിന്നും രക്ഷപ്പെട്ട് ചാടി പാമ്പിൻ്റെ മുതുകത്ത് കടിക്കുകയാണ്. പാമ്പിൻ്റെ മുതുകത്ത് നിന്നും ഇപ്പോൾ ബ്ലഡ് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ് ആസ് എ ഫസ്റ്റ് ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. 3ാമത്തെ റൗണ്ടും ഇതേപോലെ തന്നെയാണ് തുടർന്നത്. അപ്പോൾ പാമ്പിന് 3ാമത്തെ വട്ടവും കടിയേറ്റിട്ടുണ്ട്. ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്, ഒരു ചെറിയ നാടകീയമായൊരു വ്യത്യസ്തത ഈ റൗണ്ടിലുണ്ടായിരുന്നു. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് മൈനയും കാക്കയും ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, കോബ്രയ്ക്ക് നേരെ കുതിക്കുകയാണ് ഉണ്ടായത്. ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. പക്ഷേ ഈ സമയത്ത് അവർ പരസ്പരം കൂട്ടിയിടിച്ചില്ല, പക്ഷേ അവർക്ക് ലക്ഷ്യം തെറ്റിപ്പോയിരുന്നു. ദ മൈന ഫ്ലിയോ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പെർച്ച്. മൈന കുറച്ചു ദൂരം മുന്നിലേക്കൊന്ന് പറന്നിട്ട് തിരികെ വന്ന് ആ കാക്ടസ് ചെടികളുടെ ഇടയിൽ ഒളിക്കുന്നു. ബട്ട് ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് ഹെയർ ആൻഡ് ടേൺ ബാക്ക്. പക്ഷേ കാക്ക അന്തരീക്ഷത്തിലേക്ക് ഒന്ന് ഉയർന്നു പറന്നിട്ട് തിരികെ പറക്കാൻ ഒരു ശ്രമം നടത്തി. ആ സമയം ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ടൈം ടു ഡു ദിസ്, ദ കോബ്ര വൈപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ഈ സമയം പാമ്പ് വൈപ്ഡ് ഹിസ് ഹെഡ്, തല ഒന്ന് പുറകിലേക്ക് തിരിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ഫോഴ്സിൽ വളരെ ശക്തിയായിട്ട് ആഞ്ഞു കൊത്തുകയാണ് ഉണ്ടായത്. ആ കൊത്ത് ഇസ് നൗ ടഡിങ് എഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. ആ പാമ്പിൻ്റെ മുൻവശം ക്രോയുടെ ബോഡിയിൽ, കാക്കയുടെ ബോഡിയിൽ ശക്തമായ പ്രഹരം ഏൽപ്പിച്ചു. ചാടി പറന്ന് മുകളിലേക്ക് ഉയർന്ന സമയത്ത് പാമ്പ് തലതിരിച്ചിട്ട് ആഞ്ഞു കൊത്തുകയും ആ കൊത്ത് നമ്മുടെ കാക്കയ്ക്ക് കൊള്ളുകയും ചെയ്തു. കാക്കയ്ക്ക് ഇപ്പോൾ പാമ്പിൻ്റെ കൊത്ത് കൊണ്ടിരിക്കുകയാണ്. ഐ സ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ. ഗാർഡനിൽ നിന്നും 20 അടി ദൂരേക്ക് ആ പക്ഷി പറന്നുപോയി വീഴുന്നത് ഞാൻ കണ്ടു. ആരാണ്? നമ്മുടെ കൊത്തുകൊണ്ട കാക്ക. വെർ ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ ഇറ്റ് ഇസ് ലേ സ്റ്റിൽ. കുറച്ചു നേരം അവിടെ കിടന്ന് ചിറകിട്ടടിച്ചു പിടഞ്ഞതിന് ശേഷം ഇറ്റ് ലേ സ്റ്റിൽ, അത് നിശ്ചലമായി എന്ന് പറയുമ്പോൾ ആ കാക്ക മരണപ്പെട്ടു. ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്. ഇത് കണ്ട് മൈന ആ കാക്ടസ് പ്ലാന്റിലേക്ക്, മുൾച്ചെടി കൂട്ടത്തിനിടയ്ക്ക് തിരികെ പോയി ഒളിച്ചു. വെരി വൈസ്ലി റിഫ്രൈൻഡ് ഫ്രം ഇൻ്റർഫിയറിങ് എഗൈൻ. ഇനി മംഗൂസും നമ്മുടെ കോബ്രയും തമ്മിലുള്ള ഫൈറ്റിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു അതിൽ നിന്നും പിന്തിരിഞ്ഞ് മൈന കാക്ടസ് ചെടികൾക്കിടയിൽ പോയി ഒളിക്കുകയാണ് ഉണ്ടായത്. ദ കോബ്ര വാസ് വീക്കനിങ്. കോബ്ര തളരുകയായിരുന്നു. ആൻഡ് ദ മംഗൂസ്, കിരിയോ, വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർ ലെഗ്സ്.
നിർഭയത്തോടെ കീരി പാമ്പിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് തൻ്റെ ചെറിയ കാലുകളിൽ ആ ശരീരം ഇങ്ങനെ ഉയർത്തി നിർത്തി. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്സ് ബൈ ദ സ്നൗട്ട്. ഒരു മിന്നൽ വേഗത്തിൽ പാമ്പിൻ്റെ നമ്മുടെ കീരിയുടെ വായ്ക്കകത്താക്കുകയാണ്. പാമ്പിൻ്റെ പത്തി നമ്മുടെ കീരിയുടെ വായ്ക്കകത്താക്കുകയാണ്. ദ കോബ്ര റൈറ്റ്. കോബ്ര എന്ത് ചെയ്തു? വേദന കൊണ്ട് പുളഞ്ഞു. മരണവെപ്രാളത്തിൽ വേദന കൊണ്ട് പുളയുകയാണ്. ആൻഡ് ലാസ്റ്റ് എബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. ആ മരണവെപ്രാളത്തിൽ ആ ബോഡി ഭയാനകമാം വെണ്ണം നമ്മുടെ പാമ്പ് നിലത്തിട്ടടിക്കുകയാണ്. അപ്പോൾ പാമ്പിൻ്റെ വായെന്ന് പറയുമ്പോൾ ഇപ്പോൾ കീരിയുടെ വായ്ക്കകത്തിരിക്കുകയാണ്. അപ്പോൾ വേദന കൊണ്ട് പുളയുന്ന കോബ്ര ഭയാനകമാം വണ്ണം അതിൻ്റെ ശരീരം നിലത്തിട്ടടിക്കുകയാണ്. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടാം. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് എബൌട്ട് ദ മംഗൂസ്. എന്നിട്ട് ആ പെട്ടെന്ന് മരണവെപ്രാളത്തിൽ ആ മംഗൂസിനെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞു നമ്മുടെ പാമ്പ്, കോയിൽ ചെയ്തു. പക്ഷേയോ ബട്ട് ആൾ ടു നോ അവെയിൽ. പക്ഷേ അങ്ങനെ ചുറ്റി വളർന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അത് യാതൊരു പ്രഹരവും നമുക്ക് കീരിക്ക് ഏൽപ്പിച്ചില്ല. പാമ്പ് മരണവെപ്രാളത്തിൽ ബോഡി നിലത്തിട്ട് അടിച്ചിട്ട് മംഗൂസിന് ചുറ്റും ഇങ്ങനെ ചുറ്റി വരിഞ്ഞു. പക്ഷേ അങ്ങനെ ചുറ്റി വരിഞ്ഞിട്ടും മംഗൂസിന് യാതൊരു തരത്തിലുള്ള കോട്ടവും യാതൊരു തരത്തിലുള്ള പ്രഹരവും അത് ഏൽപ്പിച്ചില്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ദ ലിറ്റിൽ ഫെല്ലോ ഹങ് ഗ്രിംലി ഓൺ. ആ ചെറിയ നമ്മുടെ കീരി, ആ ലിറ്റിൽ ഫെല്ലോ എന്ത് ചെയ്യുന്നുണ്ട്? പാമ്പിനെ ശക്തമായി ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ട്. അൻറ്റിൽ ദ സ്നേക്ക് ഹാഡ് സീസ് ടു സ്ട്രഗിൾ. പാമ്പ് തൻ്റെ അവസാന ശ്രമവും അവസാനിപ്പിക്കുന്നത് വരെ വളരെ ശക്തമായിട്ട് പാമ്പിനെ ഇങ്ങനെ കടിച്ചു പിടിച്ച് വച്ചിരിക്കുകയാണ് കീരി. അപ്പോൾ എപ്പോൾ നിശ്ചലമാകുമ്പോൾ അപ്പോൾ വിടും. അതുവരെയും പാമ്പിൻ്റെ സ്ട്രഗിൾ തുടരുന്നത് വരെയും പാമ്പിനെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് കീരി. ഹി ദെൻ സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂറിങ് ലെങ്ത്. എന്നിട്ട് ആ വിറയ്ക്കുന്ന പാമ്പിൻ്റെ ശരീരത്തിൽ ചെറുതായി ഒന്ന് മണം പിടിച്ചിട്ട് ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് അറൗണ്ട് ദ ഹുഡ്. ആ പാമ്പിൻ്റെ പത്തിയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഡ്രാഗ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. മുൾച്ചെടി കൂട്ടത്തിനിടയിലേക്ക് നമ്മുടെ പാമ്പിനെയും ഡ്രാഗ് ചെയ്തുകൊണ്ട് മംഗൂസ് പോവുകയാണ്. വലിച്ചിഴച്ചുകൊണ്ട് ആ ചെടിയുടെ കൂട്ടത്തിലേക്ക്, കുറ്റിക്കാട്ടിലേക്ക് മംഗൂസ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ പാമ്പ് മരിച്ചു. പാമ്പിനെയും കടിച്ചു പിടിച്ചുകൊണ്ട് മംഗൂസ് ബുഷസിലേക്ക്, കുറ്റിക്കാട്ടിലേക്ക് പോവുകയാണ്. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. കണ്ടുകൊണ്ടിരുന്ന മൈന വളരെ കെയർഫുള്ളായിട്ട് ആ കാക്ടസ് പ്ലാന്റിൻ്റെ ഇടയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഹോപ്ഡ് എബൌട്ട്. അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്നു, ചാടി നടന്നു. എന്നിട്ടോ പിയർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. ആ പാമ്പിനെയും കൊണ്ട് കീരിപ്പോയ ആ കുറ്റിക്കാട്ടിൻ്റെ അടുത്ത് ഒരു സേഫ് ഡിസ്റ്റൻസിൽ വന്ന് നിന്നിട്ട് അതിനകത്തേക്ക് എത്തി നോക്കിയിട്ട് ആൻഡ് ദെൻ വിത്ത് എ സ്ട്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ ഫ്ലീ അവേ. ഒരു തരം ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, സ്ട്രില്ലുണ്ടാക്കിക്കൊണ്ട്, ശബ്ദം പുറപ്പെടുവിപ്പിച്ചുകൊണ്ട്, ഒരു തരം സ്ട്രിൽ ക്രൈ പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് അത് പറന്നുപോയി. എങ്ങനെയായിരുന്നു ആ ശബ്ദത്തിൻ്റെ അർത്ഥം? അതൊരു കൺഗ്രാജുലേഷൻ ആയിരുന്നു. കോബ്രയെ തോൽപ്പിച്ച മംഗൂസിന് ഒരു കൺഗ്രാജുലേഷൻ എന്നോണം ഒരു നിലവിളി ശബ്ദം പുറപ്പെടുവിപ്പിച്ചുകൊണ്ട്, ഒരു സ്ട്രിൽ പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് നമ്മുടെ മൈന പറന്നുപോയി. വെൻ ഐ ഹാഡ് ആൽസോ മെയ്ഡ് എ കോഷൻസ് ഡിസെൻഡ് ഫ്രം ദ ട്രീ ആൻഡ് റിട്ടേൺ ടു ദ ഹൗസ്. ഞാനും ഈ പറഞ്ഞതുപോലെ വളരെ കെയർഫുള്ളായിട്ട് ബനിയൻ ട്രീയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോയി. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഞാൻ കണ്ട ആ ഫൈറ്റിനെ പറ്റി ഗ്രാൻഡ് ഫാദറിനോട് ഞാൻ വിവരിച്ചു. ഹി വാസ് പ്ലേസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വോൺ. ആ മംഗൂസ് ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ ബാറ്റിൽ ജയിച്ചു എന്നറിഞ്ഞപ്പോൾ മുത്തച്ഛന് വളരെയധികം സന്തോഷവാനായി. പ്ലീസ്ഡ് മീൻ ഹാപ്പി, സന്തോഷവാനായി. ഹി ഹാഡ് എൻകറേജ് ഇറ്റ് ടു ലീവ് ഇൻ ദ ഗാർഡൻ. ആ കിരിയെ ആ ഗാർഡനിൽ ലീവ് ചെയ്യാൻ, അതിന് താമസിക്കാൻ മുത്തച്ഛൻ അനുവാദം കൊടുത്തു. അവിടെ താമസിക്കട്ടെ എന്ന് മുത്തച്ഛൻ കരുതി. ടു കീപ്പ് എവേ ദ സ്നേക്സ്. ഇതിനു വേണ്ടിയായിരുന്നു, ഇങ്ങനെ പാമ്പുകളെ തുരത്തി ഓട്ടിക്കാൻ വേണ്ടി കിരി ആ ഗാർഡനിൽ ജീവിച്ചോട്ടെ എന്ന് മുത്തച്ഛൻ കരുതി. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൻസ്. എന്നിട്ട് അടുക്കളയിൽ നിന്നും ചെറിയ സ്നാക്സൊക്കെ കൊണ്ട് നമ്മുടെ കീരിക്ക് മുത്തച്ഛൻ കൊടുക്കുമായിരുന്നു. ഈ ഹാഡ് നെവർ ട്രൈഡ് ടൈമിങ് ഇറ്റ്. പക്ഷേ ഒരു കാരണവശാലും മുത്തച്ഛൻ നമ്മുടെ കീരിയെ ഇണക്കി വളർത്താൻ ശ്രമിച്ചില്ല. കാരണമുണ്ട്. ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാരണം ഇണക്കി വളർത്തുന്ന കീരിയേക്കാളും എന്തുകൊണ്ടും പ്രയോജനം വൈൽഡ് ആയിട്ടുള്ള കീരികൾക്ക് തന്നെയാണ്. അതാകുമ്പോൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട്, വളരെ വയലൻ്റ് ആയിട്ട് നമ്മുടെ പാമ്പിനെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അതുകൊണ്ട് തന്നെ മുത്തച്ഛൻ ഒരു കാരണവശാലും മംഗൂസിനെ ഇണക്കി വളർത്താൻ താല്പര്യപ്പെട്ടില്ല. ഫ്രം ദ ബനിയൻ ട്രീ ഐ ഓഫൻ saw the mongoose patrolling the four corners of the garden. ഞാൻ ബനിയൻ ട്രീയിൽ ഇരിക്കുമ്പോൾ, ഞാൻ ആൽമരത്തിലിരിക്കുമ്പോൾ ഗാർഡൻ്റെ 4 മൂലകളിലും മംഗൂസ് നിരന്തരം പെട്രോളിംഗ് നടത്തുന്നത്, നിരന്തരം റോന്ത് ചുറ്റുന്നത് ഞാൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ആൻഡ് വൺസ് ഐ സാ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ഒരു ദിവസം മംഗൂസിൻ്റെ വായിൽ ഞാൻ മുട്ട കണ്ടിരുന്നു. ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പൗൾട്രി ഹൗസ്. അതെനിക്ക് മനസ്സിലായി, അത് ആ വീട്ടിലെ പൗൾട്രിയിൽ നിന്നും, കോഴി വളർത്തുന്ന അവിടെ നിന്നും എടുത്തുകൊണ്ട് വന്ന മുട്ടയാണ് ആ മംഗൂസിൻ്റെ വായിലിരിക്കുന്നതെന്ന് ഞാൻ ആ നേരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ കോഴിക്കൂട്ടിലും സന്ദർശിക്കുമായിരുന്നു നമ്മുടെ മംഗൂസ്. ബട്ട് ഹി ഹാഡിൻറ്റ് ഹാംഡ് ദ ബേർഡ്സ്. പക്ഷേ ഇതുവരെയും ആ മംഗൂസ്
ഒരു കാരണവശാലും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ആക്രമിച്ചിരുന്നില്ല, ബേഡ്സിനെ ആക്രമിച്ചിരുന്നില്ല, അവിടെയുള്ള പക്ഷികളെ ആക്രമിച്ചിരുന്നില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്ക് അവേ ഫ്രം ദ ഹൗസ്. ഇങ്ങനെ മുട്ട മോട്ടിച്ചതിൽ, മുട്ട എടുത്തുകൊണ്ട് പോയതിൽ ഗ്രാൻഡ് മദർ മംഗൂസിനോട് ക്ഷമിക്കും. കാരണം ഈ ഗാർഡനിലുള്ള പാമ്പുകളെല്ലാം തുരത്തി ഓട്ടിക്കുന്നത് മംഗൂസ് ആയിരുന്നത് കൊണ്ട് തന്നെ മുട്ട മോട്ടിച്ചു കൊണ്ടുപോയതിൽ മുത്തശ്ശി മംഗൂസിനോട് ക്ഷമിക്കുമായിരുന്നു. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റിന് പുറമെ ഈ ബനിയൻ ട്രീ മറ്റൊരു സ്ട്രേഞ്ച് കേസിനും ബാക്ക്ഗ്രൗണ്ടായി തീർന്നു. നമ്മളതിനെ വിളിച്ചിരുന്നത് ദി സ്ട്രേഞ്ച് കേസ് ഓഫ് ഗ്രേ സ്ക്വിറൽ ആൻഡ് വൈറ്റ് റാറ്റ് എന്നാണ്. ഒരു വെളുത്ത എലിയുടെയും ചാരനിറത്തിലുള്ള അണ്ണാൻ്റെയും ഒരു സ്ട്രേഞ്ച് കേസിനും കൂടി നമ്മുടെ ബനിയൻ ട്രീ ബാക്ക്ഗ്രൗണ്ടായി തീർന്നു. ബാക്ക്ഗ്രൗണ്ടായി തീർന്നു എന്ന് പറയുമ്പോൾ അതിന് അവിടെ വെച്ച് സംഭവിച്ചു. എന്താണ് ആ സംഭവിച്ചത് നമുക്ക് നോക്കാം. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. ആ വെളുത്ത എലി നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെതായിരുന്നു. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ അനാസ്. 4 അണയ്ക്ക് ചന്തയിൽ നിന്നും ഗ്രാൻഡ് ഫാദർ വാങ്ങിയതായിരുന്നു ആ വൈറ്റ് റാറ്റിനെ. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. ഞാൻ എപ്പോഴൊക്കെ നമ്മുടെ ഈ ബനിയൻ ട്രീയിലേക്ക് പോകുമ്പോൾ മിക്കപ്പോഴും ഞാൻ ഈ വെളുത്ത റാറ്റിനെയും കൂടെ കൂട്ടുമായിരുന്നു. അവിടെ ഞാൻ ഈ ബ്രാഞ്ചുകളിലും മരത്തിൻ്റെ വേരുകളിലുമൊക്കെ ഈ എലിയെ കൊണ്ട് വയ്ക്കുമായിരുന്നു. ബനിയൻ ട്രീ വെർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്വറൽസ്. ആ ബനിയൻ ട്രീയിൽ വച്ച്, ആ പേരാൽ മരത്തിൽ വച്ച് ഈ വെളുത്ത റാറ്റ് അവിടെയുള്ള ഒരു അണ്ണാനുമായി, ഗ്രേ സ്ക്വറലുമായി ചങ്ങാത്തം സ്ഥാപിച്ചു, ഫ്രണ്ട്ഷിപ്പായി. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻ എമംഗ് ദ ബ്രാഞ്ചസ്. ആ ആൽമരത്തിൻ്റെ ബ്രാഞ്ചുകളിലൂടെ എക്സ്കർഷന് വേണ്ടി ചുറ്റി നടക്കുമായിരുന്നു ഈ ഗ്രേ സ്ക്വറലും നമ്മുടെ വൈറ്റ് റാറ്റും. അപ്പോൾ വൈറ്റ് റാറ്റും ഗ്രേ സ്ക്വറലുമായി അവിടെ വച്ച് ഫ്രണ്ട്ഷിപ്പ് ആവുകയും അവർ ആ മരത്തിൻ്റെ ബ്രാഞ്ചുകളിലൂടെ പലപ്പോഴും ചുറ്റി നടക്കുകയും ചെയ്യുമായിരുന്നു. ദെൻ ദ സ്ക്വറൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്. ആ അണ്ണാൻ കൂടുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് മൈ പോക്കറ്റ്സ്. അതാദ്യം കൂടുണ്ടാക്കാൻ തുടങ്ങിയത് എൻ്റെ പോക്കറ്റിനകത്തായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻഡോർസ് ആൻഡ് ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫോളോയിങ്. ഞാൻ വീട്ടിലേക്കെത്തി വസ്ത്രം മാറുമ്പോഴേക്കും എൻ്റെ പോക്കറ്റിൽ നിന്നും വൈക്കോലും പുല്ലുമൊക്കെ താഴെ വീണിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പോക്കറ്റിനകത്ത് ഈ അണ്ണാൻ കൂടുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന്. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയുടെ തയ്യൽ സാമഗ്രികൾ കാണാതെ പോയി. നിറ്റിംഗ് എന്ന് പറയുമ്പോൾ തുന്നാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അത് കാണാതെ പോയി. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവരിവെയർ ബട്ട് വിതൗട്ട് സക്സസ്. ഞങ്ങൾ എല്ലായിടത്തും തിരഞ്ഞെങ്കിലും അത് കണ്ടുപിടിക്കാനായില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻറ്റിംഗ് ഇൻ ദ ഹാൾ ഇൻ ദ ബനിയൻ ട്രീ. തൊട്ടടുത്ത ദിവസം ഞാൻ ബനിയൻ ട്രീയുടെ ആ ഹോളിൽ, ആ പൊത്തിൽ എന്തോ തിളങ്ങുന്നതായിട്ട് കണ്ടെത്തി. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്. പോയി അത് അന്വേഷിച്ചപ്പോൾ ഐ സ ദാറ്റ് ഇറ്റ് വാസ് എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് അത് ഗ്രാൻഡ് മദറിൻ്റെ തയ്യൽ സൂചിയുടെ അഗ്രമായിരുന്നു ആ തിളങ്ങിയത് എന്ന് മനസ്സിലായി. അതൊരു സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഒരു തയ്യൽ സൂചിയാണ്. ആ തയ്യൽ സൂചിയുടെ അഗ്രമായിരുന്നു ആ തിളങ്ങുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഓൺ ലുക്കിംഗ് ഫർദർ, കൂടുതൽ അവിടെ ഒന്ന് പരതിയപ്പോൾ ഐ ഡിസ്കവർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്. ആ ഹോൾ മുഴുവൻ, ബനിയൻ ട്രീയുടെ ഹോൾ മുഴുവൻ ഈ സാധന സാമഗ്രികൾ, തുന്നാൻ ഉപയോഗിക്കുന്ന ഈ സാധന സാമഗ്രികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആൻഡ് അമംഗ്സ്റ്റ് ദ വൂൾ വെയർ 3 ബേബി സ്ക്വിറൽസ്, ഹൾ ഓഫ് ദം വൈറ്റ്. അവിടെ വിരിച്ചിരുന്ന ആ വൂളിൽ, ആ കമ്പിളിയിൽ നോക്കിയപ്പോൾ കണ്ടത് അതിൽ 3 ബേബി സ്ക്വിറൽസ് ഉണ്ടായിരുന്നു. 3 ചെറിയ അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം വെളുത്ത നിറമായിരുന്നു. ഗ്രേ സ്ക്വിറൽ അല്ലായിരുന്നു, അതെല്ലാം വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളായിരുന്നു. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. മുത്തച്ഛൻ ഇതുവരെയും തൻ്റെ ലൈഫിൽ വെളുത്ത അണ്ണാനെ കണ്ടിട്ടില്ലായിരുന്നു. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ആ 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെയും വളരെ അത്ഭുതമായി നോക്കി നിന്നു. വി വെർ പസിൽഡ് ഫോർ സം ടൈം. ഞങ്ങൾ കുറച്ചു നേരം കൺഫ്യൂഷനായിപ്പോയി. ബട്ട് വെൻ ഐ മെൻഷൻഡ് ദാറ്റ് ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ് ടു ദ ട്രീ, ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. പക്ഷേ ഞാൻ അന്നേരം മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛൻ്റെ വെളുത്ത ആ റാറ്റിനെയും കൊണ്ട് ഞാൻ മിക്കപ്പോഴും ബനിയൻ ട്രീയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ മിക്കപ്പോഴും എൻ്റെ കൂടെ ആ വെളുത്ത റാറ്റും ഉണ്ടായിരുന്നു. ആ വെളുത്ത റാറ്റിന് ആ ബനിയൻ ട്രീയിലെ ഒരു സ്ക്വിറലുമായി നല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ്റെ മറുപടി, എങ്കിൽ ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആ വെളുത്ത എലി തന്നെ ആയിരിക്കുമെന്ന് മുത്തശ്ശൻ ഉറപ്പിച്ചു പറഞ്ഞു. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെർ റിലേറ്റഡ് ടു ഈച്ച് അതർ. പരസ്പരം ബന്ധമുള്ള ജീവികളാണ് റാറ്റ്സും സ്ക്വിറൽസും. അതുകൊണ്ട് തന്നെ ഹീ സെഡ് ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓഫ് സ്പ്രിങ്സ്. അതുകൊണ്ട് തന്നെ അണ്ണാനും
എലിക്കും കുട്ടികളുണ്ടാകുക സാധ്യമായ കാര്യമാണ്. അവ തമ്മിൽ പരസ്പരം റിലേറ്റഡ് ആയുള്ള ജീവികളായതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഓഫ് സ്പ്രിങ്സ് കുട്ടികളുണ്ടാവുക വളരെ സാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ ഫാദർ എന്ന് പറയുന്നത് എൻ്റെ വൈറ്റ് റാറ്റ് തന്നെ ആയിരിക്കുമെന്ന് മുത്തച്ഛൻ മറുപടി പറഞ്ഞു. ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്വിറൽസ്. അങ്ങനെയാണ് ഇവിടെ ആരുണ്ടായത്? ഈ വൈറ്റ് സ്ക്വിറൽസ്, വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടായത് എന്ന് തീർച്ച. അപ്പോൾ ഇത്രയുമാണ് റസ്കിൻ ബോണ്ടിൻ്റെ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗം. ഒരു ബോയിയുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ, ഒരു ബോയ് ഒരു ആൽമരത്തിൽ ഇരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ആദ്യം ഒരു ഗ്രേ സ്ക്വിറലുമായി ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത്, പിന്നീട് കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ്, അത് കഴിഞ്ഞ് അവസാനമായിട്ട് വൈറ്റ് റാറ്റും ഗ്രേ സ്ക്വിറലും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ അങ്ങനത്തെ പറഞ്ഞ് അതവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.